സദസ്സിന് വന്ദനം. രചന ഫാദർ കണ്ണഞ്ചിറ CMI കൊച്ചിയേട്ടൻ. അഹിംസയുടെ ആരൂപമായ ഗാന്ധി 156 വർഷം മുമ്പ് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയവും ത്രസിപ്പിച്ചിട്ടുണ്ട്. കൂട്ടുകാരെ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. ലോക മനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആരൂപമായ ഗാന്ധി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ്. ജനകോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായി കാണാൻ കൊതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി. രാജഭരണം ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ നുഴഞ്ഞുകയറിയ വിദേശ ശക്തികളുമായി അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി. നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല, കാരണം അതിൽ ഞാൻ വിശ്വസിക്കുകയുമില്ല. എന്നാൽ ജീവൻ പോയാലും ആരുടെ മുമ്പിലും തല കുനിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് പ്രഖ്യാപിച്ചതുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന നന്ദിരമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായത്. ഹിന്ദുസവും ജൈനസവും ക്രിസ്ത്യതയും ഏറെ സ്വാതന്ത്ര്യത്തിയ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളും അഷ്ടവാദ്യങ്ങളും ദേവസ്വരമായി. ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്ദേശം അയാൾ തിരിച്ചറിയുന്നത്. മറ്റൊരാൾക്ക് സേവനം നൽകി സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത്. ഭാരതത്തിന്റെ ഭാഗവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിക്ഷണങ്ങൾ ഉണ്ടായി. സർദാർ വല്ലഭായ് പട്ടേൽ, മീരാബായ് തുടങ്ങിയ പ്രമുഖന്മാരാണ് അവർ. ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണ്. മുമ്പ് അത് സേവന വാരമായിരുന്നു. ക്ലാസ്സിലെയും മിറ്റത്തെയും കടലാസ് വരയ്ക്കുകയും പുല്ല് വരച്ചുകൊണ്ടും ഈ ദിനം ആചരിക്കരുത്. ഭാരതത്തിന്റെ സാമൂഹ്യ വളർച്ചയിലൂടെ വഴിയിൽ തടസ്സമായി കിടക്കുന്ന എല്ലാ ചിത്രവാസനങ്ങളെയും തൂത്തറിയാൻ നമുക്ക് കഴിയണം. ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ. അതിനായി ക്ലാസ്സിലെയും പരിസരത്തിലും ലഹരി മുക്തമാക്കാം. നമ്മുടെ ദുശീലങ്ങളും ദുഷിച്ച മൂലങ്ങളും തുടച്ചു നീക്കാം. ഈ ഗാന്ധി ജയന്തി നമുക്ക് തുടക്കമിടാം. ഭാരത മാതാ കി ജയ്.